അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. നമ്മളെ മർഹബ ഉംറ സംഘം മുസാഫ് പ്രസ്സിലാണുള്ളത് മദീനയിൽ. ഇവിടെ നൂറുകണക്കിന് മോഡലുകൾ മുസാഫുകൾ അടിക്കുന്നത്. ഇവിടെ പ്രിൻ്റ് ചെയ്യുന്ന വ്യത്യസ്ത മോഡലുകൾ മുസാഫുകളാണ്. മാഷാ അല്ലാഹ്, ഒരു വലിയ ലോകമാണ് മുസാഫിൻ്റെ പ്രസ് അറിയുന്നത്. വ്യത്യസ്തമായ മോഡലുകൾ, നൂറുകണക്കിന് മോഡലുകൾ ഇവിടെ അടിക്കുന്നുണ്ട് മുസാഫ്. ലോകത്തിലേക്ക് മൊത്തം ഇത് കണ്ണ് കാണാത്ത ആളുകൾ ബറൈൻ ലബി മുസാഫാണ്. മുസാഫ് പ്രസ് എന്ന ഒരു സംഭവമാണ്. അത് കാണേണ്ടതാണ്. അതിൻ്റെ ഒരു വിശാലതയും, ഒരു ദിവസം ഇവിടെ വരുന്ന ലക്ഷക്കണക്കിന് സന്ദർശകർക്ക് മുഴുവനും മുസാഫ് ഫ്രീ ആയിട്ട് ഇവിടെ കൊടുക്കും. ഓരോ മുസാഫ് ഗിഫ്റ്റായിട്ട് കൊടുക്കും. അപ്പോൾ ലക്ഷക്കണക്കിന് മുസാഫ് പ്രിൻ്റ് ചെയ്തെടുക്കാൻ, ഓരോ ദിവസവും പ്രിൻ്റ് ചെയ്യാൻ കഴിയുന്ന അത്രയും വലിയ സംവിധാനമാണ്. ഇതൊക്കെ മുസാഫുകൾ അടിച്ചു വെച്ചതാണ്. ഈ കാണുന്ന വലിയ എത്രയോ മുസാഫുകൾ അടിച്ച് ലോഡ് കണക്കിന് മുസാഫുകൾ ഇവിടെ അടിച്ചു വെച്ചതുണ്ട്. ഇതൊക്കെ മുസാഫുകൾ അടിച്ചു വെച്ചതാണ്. ഇതൊരു വല്ലാത്തൊരു സംഭവമാണ്, വല്ലാത്തൊരു കാഴ്ചയാണ്. അപ്പം മദീനയിൽ വരുന്നവരൊക്കെ ഇവിടെ നിന്ന് വന്ന് ഈ മുസാഫ് അടിക്കുന്ന പ്രസ്സൊന്ന് കാണുന്നത് മനസ്സിന് വലിയ സന്തോഷം നൽകുന്ന കാര്യമാണ്. മാഷാ അല്ലാഹ്, മാഷാ അല്ലാഹ്, മാഷാ അല്ലാഹ്. ഇതൊക്കെ അടിയിൽ എത്രയോ ലോഡ് കണക്കിന് മുസാഫ് അടിച്ച് അവിടെ അട്ടിയാക്കി വെച്ചിരിക്കുകയാണ്. എല്ലായിടങ്ങളിലുണ്ട്. മുസാഫ് അടിക്കുന്ന ഒരു രംഗം ഇവിടെ കാണുന്നുണ്ട്. പ്രിൻ്റ് ഇങ്ങനെ കടന്നു പോണത്, അങ്ങനെ ഓരോ പേജുകൾ അടിച്ചു പോവുകയാണ്. കണ്ടില്ലേ? ഇതൊക്കെ ഓരോ പേജുകൾ ഇങ്ങനെ അടിക്കുന്ന രംഗമാണ് കാണുന്നത്. തന്നെ മുസാഫ് കാണാൻ വരുന്ന ലക്ഷക്കണക്കിന് ആളുകൾ, ഇതേപോലത്തെ ക്യൂ എത്രയോണ് നീണ്ടു വലിഞ്ഞ് ഉള്ളത് എന്നൊക്കെ അറിയാൻ കഴിയില്ല. അത്രയും വലിയ. അല്ലാഹ്, മാഷാ അല്ലാഹ്, എത്ര ജനങ്ങളാണ് വരുന്നത് പോണത്. ലക്ഷക്കണക്കിന് ആളുകൾ. അവർക്കെല്ലാം മുസാഫ് ഫ്രീ ആണ്. എനിക്കും കിട്ടിയൊരു മുസാഫ് ഫ്രീ ആയിട്ട്. മാഷാ അല്ലാഹ്. അൽ ഖുർആനുൽ കരീം നസല ബിഹിർ റൂഹുൽ അമീൻ ലാ യമസ്സുഹു ഇല്ലൽ മുതഹ്ഹറൂൻ തൻസീലുൻ മിർ റബ്ബിൽ ആലമീൻ. നമ്മളെ ഹബീയുടെ ഹാജിമാർക്കൊക്കെ കിട്ടി എല്ലാവർക്കും അൽഹംദുലില്ലാഹ്. അപ്പോൾ അൽഹംദുലില്ലാഹ് മുസാഫ് നമ്മളൊക്കെ വാങ്ങി. മുസാഫിൻ്റെ പ്രസ് കണ്ടു. വളരെ വിശാലമായ സൗകര്യമുള്ള പ്രസ്സാണ്. ലക്ഷക്കണക്കിന് ആളുകൾ വരുന്നവർക്കൊക്കെ ഫ്രീ ആയിട്ട് ഇത് കൊടുക്കുന്നുണ്ട്. അതിനുവേണ്ടി ഇവിടെ ഗവൺമെൻറ് ചെയ്ത സംവിധാനം വളരെ വലുതാണ്. മാഷാ അല്ലാഹ്, മാഷാ അല്ലാഹ്. അതാ തുർക്കിസ്ഥാൻ. മാഷാ അല്ലാഹ്, കുല്ല നഫർ. മാഷാ അല്ലാഹ്. അപ്പോൾ ഇതൊക്കെ വരാനും കാണാനും അല്ലാഹു തൗഫീഖ്. നമ്മളെ ഇന്തോനേഷ്യക്കാരാണ്. ഓർക്ക് പിന്നെ ഒരു ഗ്രൂപ്പ് ഫോട്ടോ എടുക്കാനാണ് അവരെ ഏറ്റവും വലിയ ഹോബി എന്ന് പറയുന്നത്. അത് എവിടെ ആയാലും ഹറമിലാണെങ്കിൽ ബാനറൊക്കെ പിടിച്ച് അവർക്ക് ഒരു ഗ്രൂപ്പ് ഫോട്ടോ എടുക്കണം. അപ്പോൾ ഓർക്ക് റാഹത്താവുള്ളൂ. അപ്പോൾ അതാണ് നമ്മളെ അങ്ങകലെ കാണുന്ന മല. ആ മലയാണ് ജുർഫ് മല. ജുർഫ് മല എന്ന് പറഞ്ഞാൽ മദീനയിലുള്ളൊരു മലയാണ്. ദജ്ജാൽ ലഅനത്തുല്ലാഹി അലൈഹി ഖിയാമത്ത് നാളിൽ നടക്കുമ്പോൾ വരും എന്ന് നമുക്കൊക്കെ അറിയാം. ആ ദജ്ജാൽ ഇറങ്ങി വരുന്ന മദീനയിലുള്ള മലയാണത്. ഹറമിൻ്റെ പുറത്താണ്. ഈ മലയിൽ വരെ അവൻ വരും. പക്ഷേ അങ്ങോട്ട് കടക്കാൻ, ഹറമിലേക്ക് കടക്കാൻ ദജ്ജാലിന് സാധ്യമാവില്ല എന്ന് ഹബീബായ തങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ദജ്ജാൽ ഇറങ്ങുന്ന മലയാണ് ആ ജുർഫ് മലയാണ്. അതിൻ്റെ മുകളിൽ ഇപ്പോൾ നിലവിൽ ഇവിടുത്തെ ഹുക്കൂമൻ്റെ കൊട്ടാരാണ്. ഇൻഷാ അല്ലാഹ് അതൊക്കെ വന്ന് കാണാൻ എല്ലാവർക്കും അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ. നമ്മളെ പ്രസ്സും ഖുർആൻ അടിക്കുന്നതൊക്കെ കാണാനൊക്കെ അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ ഇൻഷാ അല്ലാഹ്.